കരിയർ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കൽ വിഭാഗവും. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വർഷത്തെ നഴ്സിംഗ് പ്രവേശനത്തിനുള്ള അതേപോലെ പാരാമെഡിക്കൽ പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെ അപേക്ഷിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. +2 കഴിഞ്ഞിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അപേക്ഷ നിങ്ങൾക്ക് ജൂൺ 7-ാം തീയതി വരെ സമർപ്പിക്കാം. +2 റിസൾട്ട് കൂടി വെച്ചുകൊണ്ട് ജൂൺ 7-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. LBS ആണ് ഇതിൻ്റെ പ്രവേശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് www.lbscenter.kerala.gov.in എന്നുള്ളതാണ്. lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രവേശന പരീക്ഷയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് +2ലുള്ള +1ന്റെയും +2ന്റെയും മാർക്ക് ചേർത്തുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളുടെ പ്രധാനമായിട്ടും മാർക്ക് വെച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവേശന ക്രൈറ്റീരിയ വരുന്നത്. അതുപോലെ തന്നെ +2ന്റെ മാർക്ക് പറഞ്ഞു. അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ചെയ്യുന്നത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഇതിന്റെ പ്രോസസ് ചെയ്യുന്നത്. 15 പ്രോഗ്രാമുകളാണ് ഇതിനകത്തുള്ളത്. 15 പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം പ്രധാനമായിട്ടും ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു BSc നഴ്സിംഗ് ആണ്. 4 വർഷത്തെ കോഴ്സാണ് BSc നഴ്സിംഗ്. ഗവൺമെന്റ് കോളേജുകളിൽ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് BSc MLT എന്ന് പറയുന്ന കോഴ്സ്. പാരാമെഡിക്കലിൽ വരുന്ന കോഴ്സുകളാണ്. BSc പെർഫ്യൂഷൻ ടെക്നോളജി ആണ് മറ്റൊരു കോഴ്സ്, പെർഫ്യൂഷൻ ടെക്നോളജി. BSc ഒപ്റ്റോമെട്രി ആണ് മറ്റൊരു കോഴ്സ്, ഒപ്റ്റോമെട്രി. അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി ആണ് പാരാമെഡിക്കലിൽ വരുന്ന മറ്റൊരു കോഴ്സ്, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. ഒക്കുപേഷണൽ തെറാപ്പിയാണ്, ബാച്ചലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിയാണ് മറ്റൊരു കോഴ്സ്. ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആണ് മറ്റൊരു കോഴ്സ്. അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി ആണ് മറ്റൊരു കോഴ്സ്, കാർഡിയോവാസ്കുലർ ടെക്നോളജി. BSc ഡയാലിസിസ് ടെക്നോളജി മറ്റൊരു കോഴ്സാണ്, ഡയാലിസിസ് ടെക്നോളജി. ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മറ്റൊരു കോഴ്സാണ്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജിയാണ് മറ്റൊന്ന്, റേഡിയോ തെറാപ്പി ടെക്നോളജി. ഇമേജിംഗ് ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി മറ്റൊരു കോഴ്സാണ്, ന്യൂറോ ടെക്നോളജി. ബാച്ചലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ മറ്റൊരു മേഖലയാണ്. BSc മെഡിക്കൽ ബയോകെമിസ്ട്രി മറ്റൊരു കോഴ്സാണ്, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി. ഇതൊക്കെ പാരാമെഡിക്കലിൽ വരുന്ന വിഭാഗങ്ങളിലുള്ള കോഴ്സാണ്. ബാച്ചലർ ഓഫ് പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് മറ്റൊരു കോഴ്സാണ്. ഇങ്ങനെ ഏതാണ്ട് 10-14ഓളം പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 158ഓളം കോളേജുകളിൽ BSc നഴ്സിംഗ് ഉണ്ട്. അതിൽ 17 സർക്കാർ കോളേജുകളാണ്. സർക്കാർ കോളേജുകളിൽ BSc നഴ്സിംഗിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് 23,170 രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. MLTക്ക് ആണെങ്കിൽ 20,860 രൂപയാണ്. മറ്റെല്ലാ കോഴ്സുകൾക്കും ഏതാണ്ട് 22,000 രൂപയാണ് അതിന്റെ ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു +2 മാർക്കിന്റെ യോഗ്യതയിലാണ് ഇത് വരുന്നത്. CBSE ആണെങ്കിൽ +1ന്റെ മാർക്ക് പരിഗണിക്കില്ല, +2ന്റെ മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ സംവരണ മാനദണ്ഡങ്ങളൊക്കെ സാധാരണ എല്ലാ കോഴ്സുകൾക്കും ഉള്ളത് പോലെയാണ് സംവരണ തത്വം പാലിക്കുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും എന്നുള്ളത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം നമ്മുടെ അപേക്ഷ സമർപ്പണത്തിന്റെ തീയതി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഓപ്ഷൻ നൽകുന്ന ഘട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കോളേജുകളുടെ ഓപ്ഷൻ, നിങ്ങൾക്ക് കോഴ്സിന്റെ ഒക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാം. ബാക്കി എല്ലാം ഏകജാലക സംവിധാനം വഴിയാണ് അതിന്റെ ഓരോ ഘട്ടവും LBS അലോട്ട്മെന്റ് തീയതിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അലോട്ട്മെന്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റ്, മെറിറ്റ് സീറ്റ് ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മാനേജ്മെന്റ് സീറ്റ് അതായത് കോളേജുകൾ നേരിട്ട് നടത്തുന്ന സെലക്ഷൻ ആണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി. അപേക്ഷാ ഫീസ് ഉണ്ട്, 800 രൂപയാണ് അപേക്ഷാ ഫീസ്. ജൂൺ 4-നകം അപേക്ഷാ ഫീസ്
സമർപ്പിക്കണം. ജൂൺ 4 ഫീസ് സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 7 ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റ്. അതുപോലെ തന്നെ സൈറ്റ് ഒന്നുകൂടി പറയുന്നു, lbscenter.kerala.gov.in എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയും ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡിങ് എന്നുള്ള നിലക്ക് കുട്ടികൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് പാരാമെഡിക്കലും അതുപോലെ തന്നെ BSc നഴ്സിംഗും. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഡാറ്റ വെച്ചിട്ട് അപേക്ഷയിലേക്ക് കടക്കാം. ഓക്കെ.